ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഡോണ്ട് ട്രൈ ടു സെൽ എവറിത്തിങ് ടു എവറി വൺ. ഈ റീസെൻ്റ്ലി ഞാൻ പരിചയപ്പെട്ട ഒട്ടുമിക്ക സർവീസ് ബിസിനസ് ഓണേഴ്സിൻ്റെയും ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ സർവീസസും എല്ലാവർക്കും സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ സർവീസ് ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ലീഡ്സ് വരുന്നില്ല. അവർക്ക് അവരുടെ പ്രൈസിങ്ങിൽ ശരിയായിട്ടൊരു പ്രീമിയം പ്രൈസിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെയുള്ള മെയിൻ പ്രശ്നം ഞാൻ ഈ ആദ്യം പറഞ്ഞ ഒരു സംഭവമാണ്. ദേ ആർ ട്രൈങ് ടു സെൽ ഓൾ ഓഫ് ദെയർ സർവീസസ് ടു എവ്രി വൺ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഐഡിയൽ ക്ലയൻസ് പ്രൊഫൈൽസിൻ്റെ മുന്നിൽ നമുക്കൊരു അതോറിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സ്പെസിഫിക് സർവീസ് എടുത്തുകൊണ്ട് ആ ഒരു സർവീസിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൽ നമ്മൾ മാസ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു കാർഡിയാക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്ന ഒരു ജനറൽ സർജൻ്റെ അടുത്താണോ? അല്ലല്ലോ, ഒരു കാർഡിയാക്ക് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്? ബിക്കോസ് അയാൾ ആ കാർഡിയാക്കിൽ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്, പ്രീമിയം ചാർജാണ് അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ പീപ്പിൾ ആർ ഗോയിങ് ടു കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ബിക്കോസ് അദ്ദേഹം അതിൽ വളരെ അതോറിറ്റി ബിൽഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ സർവീസിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൽ നമ്മളൊരു അതോറിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അതോറിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർവീസ് മാത്രം നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സർവീസിൽ നമ്മളാണ് ഏറ്റവും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ, നമ്മളാണ് അതിലെ എക്സ്പേർട്ട്, നമ്മളതിൻ്റെ ഏറ്റവും ഫൈനൽ വേർഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് നമ്മുടെ സർവീസിനെ എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു സർവീസ് തേടി ആളുകൾ ഇങ്ങോട്ട് വരും. കൂടാതെ നമുക്ക് ഈ ഒരു സർവീസിനെ ഒരു ജനറലിസ്റ്റ് പ്രൈസിങ്ങിൽ നിന്നും ഒരു പ്രീമിയം പ്രൈസിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ IT ബിസിനസ് ഓണേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളടുത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് സർവീസസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ യു ഹാവ് ടു ഐഡൻറ്റിഫൈ യുവർ മോസ്റ്റ് premium product or service, then focus your marketing based on that particular service and see the result. So always think, don't try to sell everything to everyone. Myself Suhas Chapali, I'm a profit strategist and international business coach, and next time I will come with a very valuable video. Till then, bye bye.